നമസ്കാരം. സിദ്ധാർത്ഥന്റെ മരണം കേരളത്തെ ഉലച്ചുകളഞ്ഞ സംഭവമാണ്. എത്രയൊക്കെ ഉലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാലും അത് ഏറെ ബാധിക്കുന്നതും ആ ഉലച്ചിൽ മായാതെ നിൽക്കുന്നതും വേട്ടയാടുന്നതുമൊക്കെ ആ കുടുംബത്തെയാണ്. അവർക്കാണ് സിദ്ധാർത്ഥനെ നഷ്ടപ്പെട്ടത്. അതിന്റെ വേദന എന്നും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും. അവർ ആ നെരിപ്പോടിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും മുഖ്യമന്ത്രി കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരമാണെന്ന് പറയാതെ പറ്റില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആ മരണത്തെ മുക്കിക്കളയാൻ കാണിച്ച വ്യഗ്രത അപാരം തന്നെ. അതിനുള്ള മറുപടി ആണത്തത്തോടെ കൊടുത്തത് ഗവർണർ തന്നെയാണ്. അതും നിസ്സംശയം പറയാം. കോൺഗ്രസും BJPയും ഇത് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിൽ തികച്ചും ഒരു രാഷ്ട്രീയ ലാക്ക് കൂടി ഇല്ലേ എന്ന് ചോദിച്ചാൽ മൗനമായിരിക്കും അവർക്കും ഉത്തരം. എങ്കിലും ഒരു പരിധിവരെ ആ അച്ഛനും അമ്മയ്ക്കും അവരുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് ഉപകാരപ്രദമായിട്ടുണ്ട്. ആരുടെയും മനസ്സിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഏതു വിഷയവും മറക്കുന്ന മലയാളി സിദ്ധാർത്ഥൻ അവൻ അനുഭവിച്ച വേദനകളെ മറന്നില്ല. അവന് നീതി കിട്ടണമെന്ന് ഒരുമിച്ച് ആഗ്രഹിച്ചു. അതിനെ നീതിപൂർവം ഗവർണറും കണ്ടിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷം ഇത് വെറുതെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ട ശേഷം രേഖകൾ കൈമാറാതെയുള്ള ഗുരുതര അനാസ്ഥ സർക്കാരിനെതിരെ ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. വീഴ്ചയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെ എന്ന നിലയിൽ വിഷയം സജീവമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പഴിച്ച ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. അക്രമ രാഷ്ട്രീയം വ്യാപകമായി പ്രചാരണ ആയുധമാക്കാനാണ് തീരുമാനം. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് കൈമാറുകയാണ് ഇന്ന്. വിജ്ഞാപനം കൈമാറാത്തത് വിവാദമായതോടെ നേരിട്ട് രേഖകൾ കൈമാറാൻ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിരുന്നു. ഇന്നലെ രേഖകളുമായി ദില്ലിയിലെത്തിയ സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്ത് ഇന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലും CBI ഡയറക്ടറേറ്റിലും രേഖകൾ കൈമാറും. ഇന്നലെ ഇമെയിൽ മുഖേനയും വിജ്ഞാപനം കൈമാറിയിരുന്നു. വിജ്ഞാപനം ഇറങ്ങി 17 ദിവസത്തിന് ശേഷമാണ് രേഖകൾ CBIക്ക് കൈമാറുന്നത്. വിജ്ഞാപനം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. CBIക്ക് അന്വേഷണം വിട്ടുകൊണ്ട് മാർച്ച് 9 ഇറക്കിയ വിജ്ഞാപനം 16 കേന്ദ്രത്തിന് കൈമാറിയെന്നായിരുന്നു ഇന്നലെ വരെയുള്ള സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ വിജ്ഞാപനം 16 നൽകിയത് കേന്ദ്രത്തിനായിരുന്നില്ലെന്നും മറിച്ച് കൊച്ചിയിലെ CBI യൂണിറ്റിന് മാത്രമായിരുന്നുവെന്നുമുള്ള വിവരമാണ് ഒടുവിൽ പുറത്തു വരുന്നത്. വിജ്ഞാപനത്തിന് ഒപ്പം കൈമാറേണ്ട പെർഫോമ റിപ്പോർട്ടും നൽകിയത് ഇന്ന് മാത്രമാണ്. FIRന്റെ പരിഭാഷയും KLCന്റെ നാൾ വഴികളും അടങ്ങിയ പെർഫോമ റിപ്പോർട്ട് കൂടി കിട്ടിയാലേ CBIക്ക് അന്വേഷണത്തിൽ നിലപാടെടുക്കാനാകൂ. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി രേഖകൾ കൃത്യമായി കേന്ദ്രത്തിന് എത്തിക്കേണ്ട സ്ഥാനത്താണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും സിദ്ധാർത്ഥന് നീതി ലഭിക്കണം എന്നത് മാത്രമാണ് പ്രാർത്ഥന. ആ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീരിന് ഫലം കാണണം. എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നത് അവരുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയാണ്. അവരുടെ പഠനവും ഉപരിപഠനവും അതിലൂടെ അവർ ഉയരങ്ങളിൽ എത്തുന്നതും കാണാനാണ്. അവിടങ്ങളിലേക്ക് പാർട്ടി അഴിഞ്ഞാടാൻ വിടുന്നവർ ഇല്ലാതെയാക്കുന്നത് ഓരോരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളാണ്. സർഗാത്മകത എന്നത് കഞ്ചാവും സ്റ്റാമ്പും വച്ചുണ്ടാക്കി എടുക്കുന്നതല്ല, ക്രിമിനലിസം അല്ല. അത് മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ചട്ടുകങ്ങളാകാൻ നിന്നു കൊടുക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. നന്ദി.